ഹായ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കാറ്റഗറി നമ്പർ 18/2022 ഫയർമാൻ ഫയർവുമൺ പരീക്ഷയുടെ ഒരു ബാലൻസ് 10 ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ടായിരുന്നു. അതും കാറ്റഗറി നമ്പർ 26/2022 ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഒരു 15 ക്വസ്റ്റ്യൻസും നോക്കാനുണ്ടായിരുന്നു. ഈ രണ്ടുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇത് PSCയുടെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ ഏത് വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് ISRO EOS-01 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്? ഇതിൽ ഏത് വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് ISRO EOS-01 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, PSLV C-49. PSLV C-49 എന്ന വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് ISRO EOS-01 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഓക്സിഡേഷൻ. കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനമാണ് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രാവകതുള്ളി ഗോളാകൃതിയിലാകാൻ കാരണം? ദ്രാവകതുള്ളി ഗോളാകൃതിയിലാകാൻ കാരണം? ആൻസർ ഓപ്ഷൻ എ, പ്രതലബലം. പ്രതലബലം മൂലമാണ് ദ്രാവകതുള്ളി ഗോളാകൃതിയിലായിരിക്കുന്നത്. എന്താണ് പ്രതലബലം? ദ്രാവക ഉപരിതലം അതിന്റെ വിസ്തീർണം പരമാവധി കുറക്കാൻ ഉളവാക്കുന്ന ബലമാണ് പ്രതലബലം. ദ്രാവക ഉപരിതലം അതിന്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ ഉളവാക്കുന്ന ബലമാണ് പ്രതലബലം. ഈ പ്രതലബലം മൂലമാണ് ദ്രാവകതുള്ളി ഗോളാകൃതിയിലിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ആൻസർ ഓപ്ഷൻ ഡി, മഗ്നീഷ്യം. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. അടുത്ത ചോദ്യം, ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ അത്യാവശ്യമാണ്. ഇതിന് കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറവാണ്. ആൻസർ ഓപ്ഷൻ ഡി. ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ അത്യാവശ്യമാണ്. ഇതിന് കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറവാണ്. മുകളിലോട്ട് പോകുന്തോറും മർദ്ദം കുറയുന്നു. മുകളിലേക്ക് പോകുന്തോറും മർദ്ദം കുറയുന്നു. അടുത്ത ചോദ്യം നോക്കാം. 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്? 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് P. ജയചന്ദ്രൻ. ആൻസർ ഓപ്ഷൻ സി, P. ജയചന്ദ്രൻ. 47ാമത്തെ ക്വസ്റ്റ്യൻ, 2021 പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ സുമിത് ആൻഡിൽ മത്സരിച്ച ഇനം? 2021 പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ സുമിത് ആൻഡിൽ മത്സരിച്ച ഇനം? ആൻസർ ഓപ്ഷൻ ബി, ജാവലിൻ. ജാവലിൻ ത്രോയിലാണ് സുമിത് ആൻഡിൽ സ്വർണം നേടിയത്. 68.55 മീറ്റർ ദൂരം എറിഞ്ഞാണ് സുമിത് ആൻഡിൽ സ്വർണം നേടിയത്. 2021 പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ സുമിത് ആൻഡിൽ മത്സരിച്ച ഇനം ജാവലിൻ ത്രോ. 68.55 മീറ്റർ ദൂരം എറിഞ്ഞിട്ടാണ് സ്വർണം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ആട്ടപ്രകാരം എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് തിരഞ്ഞെടുക്കുക. ആട്ടപ്രകാരം എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. ചാക്യാർ കൂത്തിന്റെ സാഹിത്യ രൂപം. 2. കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥം. 3. കഥകളി മുദ്രകളെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം. 4. ഭരതമുനി എഴുതിയ ഗ്രന്ഥം. ഇതിൽ ആൻസർ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി, രണ്ടാമത്തേത്, കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥം.
ആട്ടപ്രകാരം എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജൈന വാസ്തുക്ഷേത്രം മാതൃകയ്ക്ക് ഉദാഹരണമായ കല്ലിൽ ഏത് ജില്ലയിലാണ്? ജൈന വാസ്തുക്ഷേത്ര മാതൃകയ്ക്ക് ഉദാഹരണമായ കല്ലിൽ ഏത് ജില്ലയിലാണ്? എറണാകുളം. ആൻസർ ഓപ്ഷൻ സി, എറണാകുളം ജില്ലയിലാണ് ജൈന വാസ്തുക്ഷേത്ര മാതൃകയ്ക്ക് ഉദാഹരണമായ കല്ലിൽ സ്ഥിതി ചെയ്യുന്നത്. 50-ാമത്തെ ക്വസ്റ്റ്യൻ. കോവിഡ്-19 വകഭേദമായ ഒമിക്രോൺ ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യം? കോവിഡ്-19 വകഭേദമായ ഒമിക്രോൺ ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യം ദക്ഷിണാഫ്രിക്ക. ആൻസർ ഓപ്ഷൻ ബി, ദക്ഷിണാഫ്രിക്ക. ഇനി നമുക്ക് കാറ്റഗറി നമ്പർ 26/2022 നോക്കാം. ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകം ഏത്? ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകം ഏത്? ആൻസർ ഓപ്ഷൻ എ, നിയോൺ. ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകമാണ് നിയോൺ. കഴിയുമെങ്കിൽ ആവർത്തന പട്ടികയിലെ 20 മൂലകങ്ങൾ വരെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകമാണ് നിയോൺ. അടുത്ത ക്വസ്റ്റ്യൻ. ചാൾസ് നിയമത്തിന്റെ ഗണിത രൂപം? ചാൾസ് നിയമത്തിന്റെ ഗണിത രൂപം. ഓപ്ഷൻ ബി, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. എന്താണ് ചാൾസ് നിയമം? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. അതിന്റെ ഗണിത രൂപമാണ് വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. ആസിഡിന്റെ pH മൂല്യത്തെ സൂചിപ്പിക്കുന്നത്? ആസിഡിന്റെ pH മൂല്യത്തെ സൂചിപ്പിക്കുന്നത്? pH മൂല്യം 7 താഴെയുള്ളതാണ് ആസിഡ്. pH മൂല്യം 7 താഴെയുള്ളതാണ് ആസിഡ്. ആൻസർ ഓപ്ഷൻ ബി. ആസിഡിന്റെ pH മൂല്യത്തെ സൂചിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഖരലായനിക്ക് യോജിച്ചത് ഏത്? ഖരലായനിക്ക് യോജിച്ചത് ഏത്? ആൻസർ ഓപ്ഷൻ സി, കോപ്പർ സ്വർണത്തിൽ ലയിച്ചത്. കോപ്പർ സ്വർണത്തിൽ ലയിച്ചത് ഖരലായനിക്ക് ഉദാഹരണമാണ്. ലായകമാണ് ലായനിയുടെ ഭൗതിക അവസ്ഥ നിർണ്ണയിക്കുന്നത്. ലായകമാണ് ലായനി ഖരമാണോ ദ്രാവകമാണോ എന്നൊക്കെ നിർണ്ണയിക്കുന്നത്. എന്താണ് ലായകം? ഏതിലാണോ ലീനം ലയിക്കുന്നത് അതാണ് ലായകം. അപ്പോൾ ലീനം എന്താണ്? ഒരു ലായനിയിൽ ലയിച്ചു ചേർന്ന പദാർത്ഥമാണ് ലീനം. ഈ ലീനവും ലായകവും ചേർന്നതാണ് ലായനി. ഒന്നുകൂടെ പറയാം. ലീനവും ലായകവും ചേർന്നതാണ് ലായനി. ഒരു ലായനിയിൽ ലയിച്ചു ചേർന്ന പദാർത്ഥമാണ് ലീനം. ഒരു ലായനിയിൽ ലയിച്ചു ചേർന്നിരിക്കുന്നത് എന്താണോ അതാണ് ലീനം. ലായകമോ? ഏതിലാണോ ലീനം ലയിച്ചത് അതാണ് ലായകം. ലീനം ഏതിലാണോ ലയിച്ചത് അതാണ് ലായകം. ഇവിടെ കർപ്പൂരം നൈട്രജനിൽ ലയിച്ചത്, അത് നോക്കാം. അതിൽ കർപ്പൂരമാണ് ലീനം. ലായകം നൈട്രജൻ ആണ്. നൈട്രജൻ ലായകവും കർപ്പൂരം ലീനവുമാണ്. അതുപോലെ വെള്ളത്തിൽ ഗ്ലൂക്കോസ് ലയിച്ചത്. വെള്ളത്തിൽ ഗ്ലൂക്കോസ് ലയിച്ചത്. വെള്ളം ലായകമാണ്, ഗ്ലൂക്കോസ് ലീനമാണ്. വെള്ളത്തിൽ എഥനോൾ ലയിച്ചത്. അവിടെയും ലായകം വെള്ളമാണ്, എഥനോൾ ലീനമാണ്. അപ്പോൾ ലായകമാണ് ഒരു ദ്രാവകത്തിന്റെ അല്ലെങ്കിൽ ഒരു ലായനിയുടെ ഭൗതിക അവസ്ഥ നിർണ്ണയിക്കുന്നത്. ഇവിടെ ഖരലായനിയാണ് ചോദിച്ചിരിക്കുന്നത്. കോപ്പർ സ്വർണത്തിൽ ലയിച്ചതാണ് ഖരലായനി. അതിൽ കോപ്പർ ലീനവും സ്വർണം ലായകവുമാണ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അക്വാ റീജിയ ഏതെല്ലാം ആസിഡുകളുടെ മിശ്രിതമാണ്? അക്വാ റീജിയ ഏതെല്ലാം ആസിഡുകളുടെ മിശ്രിതമാണ്? ആൻസർ ഓപ്ഷൻ സി, HCl ആൻഡ് HNO3. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും മിശ്രിതമാണ് അക്വാ റീജിയ. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും മിശ്രിതം. അത് 1:3 എന്ന അനുപാതത്തിലാണ് ചേർത്തിരിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് 1 നൈട്രിക് ആസിഡ് 3 അനുപാതത്തിലാണ് ചേർത്ത് അക്വാ റീജിയ തയ്യാറാക്കുന്നത്. അക്വാ റീജിയ ഏതെല്ലാം ആസിഡുകളുടെ മിശ്രിതമാണ്? ആൻസർ ഓപ്ഷൻ സി, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആഗോള താപനത്തിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളലിന്റെയും അത് അന്തരീക്ഷത്തിൽ നിന്നും നീക്കം ചെയ്യുന്നതിന്റെയും തോത് സമാനമാക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേര്? ആഗോള താപനത്തിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളലിന്റെയും അത് അന്തരീക്ഷത്തിൽ നിന്നും നീക്കം ചെയ്യുന്നതിന്റെയും തോത് സമാനമാക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേര്? നെറ്റ് സീറോ. ഓപ്ഷൻ ഡി, നെറ്റ് സീറോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. എ, പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഒരു മലയാളിയാണ്. ശരിയാണ്. ജി ശങ്കരക്കുറുപ്പാണ് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. അദ്ദേഹം മലയാളിയാണ്. ബി, അതിരാണിപ്പാടത്തിന്റെ കഥ പറഞ്ഞ കയർ 1984 ജ്ഞാനപീഠ പുരസ്കാരം നേടി. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. 1984 ജ്ഞാനപീഠ പുരസ്കാരം നേടുന്നത് കയർ, അതാണ്. പക്ഷേ അതിരാണിപ്പാടത്തിന്റെ കഥ പറയുന്നതല്ല കയർ. അതിരാണിപ്പാടത്തിന്റെ കഥ പറയുന്നത് ഒരു ദേശത്തിന്റെ കഥയാണ്. അത് 1980 SK പൊറ്റക്കാടിന് ലഭിക്കുന്നത്. ബി തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. സി, ജ്ഞാനപീഠ പുരസ്കാരം ഒരു സർക്കാർ പുരസ്കാരമല്ല. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ജ്ഞാനപീഠം ട്രസ്റ്റാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. ഡി, സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പരിഗണിച്ച് മലയാളത്തിലെ 3 എഴുത്തുകാർക്ക് ജ്ഞാനപീഠം ലഭിച്ചു. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സമഗ്ര സംഭാവനയ്ക്ക് 3 മലയാളികൾക്കാണ് ലഭിക്കുന്നത്. MD വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇവർക്ക് 3 പേർക്കും സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് ജ്ഞാനപീഠം ലഭിക്കുന്നത്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ A, B, D. ആൻസർ A, C, D. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ബി തെറ്റായ ഓപ്ഷനാണ്. ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച മലയാളികളെ ഒന്ന് പറഞ്ഞുതരാം. 1965 ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. ആദ്യത്തെ പുരസ്കാരമാണത്. 1965 ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്ക്. രണ്ടാമത്തെ മലയാളി 1980 SK പൊറ്റക്കാടാണ്. ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ് ലഭിക്കുന്നത്. 1980 SK പൊറ്റക്കാടിന് ഒരു ദേശത്തിന്റെ കഥ. മൂന്നാമത്തെ മലയാളി 1984 തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് കയർ എന്ന കൃതിക്ക്. 1984 തകഴി ശിവശങ്കരപ്പിള്ള കയർ എന്ന കൃതിക്ക്. നാലാമത്തേത് 1995 MD വാസുദേവൻ നായർക്ക് സമഗ്ര സംഭാവനയ്ക്ക്. 1995 MD വാസുദേവൻ നായർക്ക് സമഗ്ര സംഭാവനയ്ക്ക് ലഭിക്കുന്നു. അഞ്ചാമത്തെ മലയാളി 2007 ONV കുറുപ്പിന്. 2007 ONV കുറുപ്പിനും സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠം ലഭിച്ചു. ആറാമത് 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിനും സമഗ്ര സംഭാവനയ്ക്കാണ് ലഭിക്കുന്നത്. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി സമഗ്ര സംഭാവനയ്ക്ക്. ജ്ഞാനപീഠം ലഭിച്ച മലയാളികൾ ആകെ 6 പേരാണ്. 3 പേർക്ക് സമഗ്ര സംഭാവനയ്ക്ക് ലഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൃതിയും കഥാപാത്രങ്ങളും ശരിയായി കൊടുത്തിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ ശരിയായി കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. അപരാജിത, ദിശ, നിരഞ്ജൻ ഇവർ 3 പേരും ഉഷ്ണരാശിയിലെ കഥാപാത്രങ്ങളാണ്. അപരാജിത, ദിശ, നിരഞ്ജൻ
ഉഷ്ണരാശിയിലെ കഥാപാത്രങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. എ. മലയാളത്തിലെ ആദ്യത്തെ നാട്യശാസ്ത്ര കൃതിയുടെ കർത്താവ് മാത്തൂർ കുഞ്ഞിപ്പിള്ള പണിക്കരാണ്. ബി. ഭാഷയിലെ ആദ്യത്തെ വിജ്ഞാനകോശ നിർമ്മാതാവാണ് മാത്യു എം കുഴിവേലി. സി. ഭാഷയിലെ പ്രഥമ സിനിമാ പ്രസിദ്ധീകരണത്തിന്റെ പ്രസാധകനും പത്രാധിപരുമാണ് അഭയദേവ്. ഡി. കേരള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷ പദമലങ്കരിച്ച ആദ്യ വനിത തോട്ടയ്ക്കാട് ഇക്കാവമ്മയാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഡി ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ഡി. കേരള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷ പദമലങ്കരിച്ച ആദ്യ വനിത തോട്ടയ്ക്കാട് ഇക്കാവമ്മയാണെന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2020 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. 2020 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് പോൾ സക്കറിയ. ആൻസർ ഓപ്ഷൻ എ, പോൾ സക്കറിയ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് പി വത്സലയ്ക്കാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് പി വത്സലയ്ക്കാണ്. 2022 സേതു. 2022 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സേതു. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു TB തുല്യമായത് ഏത്? ഒരു ടെറാബൈറ്റിന് തുല്യമായത്. ആൻസർ ഓപ്ഷൻ ബി, 1024 ജിഗാബൈറ്റ്. 1024 GB ആണ് ഒരു TB. 1024 ജിഗാബൈറ്റ് ഒരു ടെറാബൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണമായത്. താഴെ പറയുന്നവയിൽ ഇമ്പാക്ട് പ്രിന്റിന് ഉദാഹരണം. ആൻസർ ഓപ്ഷൻ ഡി, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. ഇമ്പാക്ട് പ്രിന്റിന് ഉദാഹരണമാണ് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. അടുത്ത ക്വസ്റ്റ്യൻ. ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളെ വരിവരിയായി യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന സോഫ്റ്റ്വെയർ. ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളെ വരിവരിയായി യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന സോഫ്റ്റ്വെയർ. ആൻസർ ഓപ്ഷൻ എ, ഇന്റർപ്രറ്റർ. ഇന്റർപ്രറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്ന നഗരം. കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്ന നഗരം കൊച്ചി. ആൻസർ ഓപ്ഷൻ ബി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. IT ആക്ടിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയത്? IT ആക്ടിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയത്? ആൻസർ ഓപ്ഷൻ എ, 69A. IT ആക്ട് വകുപ്പ് 69A പ്രകാരമാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയത്. ക്വസ്റ്റ്യൻസ് PSCയുടെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻസുമായി ഉടനെ വരാം. താങ്ക് യു.